നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വിഷുഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. ചോതി നക്ഷത്രം. ഈ വർഷം ചോതി നക്ഷത്രത്തിലാണ് വിഷു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോതി നക്ഷത്രത്തിലാണ് വിഷുഫലം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വർഷം വിഷുഫലം അത്ര കണ്ട് ഗുണകരമല്ല. എങ്കിലും വ്യാഴം ഭാഗ്യസ്ഥാനത്തിലേക്ക് മാറും എന്നുള്ളത് കൊണ്ട് തന്നെ ചാരവശാൽ ഗുണകരവുമാണ്. പൂർവികമായിരിക്കുന്ന സമ്പത്തോ മറ്റ് വസ്തുവകകളോ ലഭ്യമാകും. കുടുംബ ബന്ധങ്ങളിലുണ്ടായിരുന്ന അകൽച്ചകൾക്ക് മാറ്റം വരുന്നതാണ്. തൊഴിൽ രംഗത്തെ ആവേശോജ്വലമായിരിക്കുന്ന മാറ്റങ്ങൾക്കും ഇടകാണുന്നുണ്ട്. സർക്കാർ തലത്തിൽ നിന്നും അംഗീകാരങ്ങളോ സഹായങ്ങളോ ലഭ്യമാകുന്നതാണ്. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. വിദ്യാർത്ഥികൾക്കും അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും ഗുണകരമാണ്. തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക വഴിയായിട്ട് പ്രതിസന്ധികളെല്ലാം തന്നെ ലഘൂകരിക്കപ്പെടുന്നതാണ്. ലോട്ടറി, ചിട്ടി മുതലായവയിൽ നിന്നും ആദായം ലഭിക്കും. അഗ്നി, ആയുധം തുടങ്ങിയവ നിമിത്തമായിട്ട് അപായ സാധ്യതയും കാണുന്നുണ്ട്. സന്താനങ്ങളെ ചൊല്ലി മനപ്രയാസങ്ങളും അനുഭവത്തിൽ വരാം. ഞരമ്പ് സംബന്ധമായും പാദസംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങൾക്കും ഇട കാണുന്നുണ്ട്. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് സാമ്പത്തികമായ നഷ്ടങ്ങളും ഉണ്ടാക്കിയേക്കും. നിഗൂഢമായിരിക്കുന്ന പ്രവർത്തനങ്ങളെ കരുതിയിരിക്കണം. യുക്തിയോടുകൂടി ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പാൽപ്പായസം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ധന്വന്തരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.